പെണ്ണുങ്ങളെ ഭാഗത്ത് തെറ്റുണ്ട്. പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ കയറി വരുന്ന ഭർത്താക്കന്മാർ വരുമ്പോൾ ഒരു ഗ്ലാസ് ചായയും കൊടുത്ത് അല്ലെങ്കിൽ ഈ ചോറും കൊടുക്കുമ്പോൾ ഈ ടിവിയും ഈ തേങ്ങയൊക്കെ കണ്ടോണ്ടിരുന്ന പിന്നെ ആർക്കാണ് പിന്നെ ദേഷ്യം ആണുങ്ങൾ എന്താ വായി വഷിച്ചിട്ടാണ് വീട്ടിലിരിക്കുന്നത്? പകൽ അന്ത്യോളം നിങ്ങൾ കഷ്ടപ്പെടണമെങ്കിൽ പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതെന്താ, അത് പണിയല്ലേ? വീട്ടിനകത്ത് കഷ്ടപ്പാടാ. എന്ത് കഷ്ടപ്പാട്? വീട്ടിനകത്ത് ഒരു കഷ്ടപ്പാടും ഇല്ലേ? ആ ഒരു പ്രാവശ്യം അമ്മിക്കല്ലൊന്ന് അരച്ചു നോക്ക്, ഇച്ചിരി കഞ്ഞി വെച്ച് നോക്ക്, അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഒരു പെണ്ണുങ്ങളും അമ്മയിലും ഇതൊന്നും അരയ്ക്കണമെന്നും ചെയ്യണില്ലല്ലോ. ആ എല്ലാ പെണ്ണുങ്ങളും ചെയ്യേണ്ടെന്നാ പറഞ്ഞത്. ഈ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പളുപോലത്തെ ഷർട്ട് ഇട്ട് ഇങ്ങനെ വടി പോലെ പോയാ പോരാ, അത് എങ്ങനെ ഉണ്ടാവണം? ഈ വലിയ വർത്താനം പറയല്ലേ തന്നെ. പണ്ടൊക്കെ തറവാട്ടില് ഒരു കുടുംബത്തില് 10-25 പേരാണ്. ഈ 25 പേർക്ക് ഈ അമ്മയിലിട്ട് അരച്ചാണ് ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇഷീന്ന് അടിച്ചാലൊന്നും ആവോന്നില്ല. കാര്യം എന്റെ അമ്മാവനൊക്കെ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫോൺ എടുത്ത് അടിച്ചോടിച്ചത് ഒന്നും ശരിയല്ല. ഞാൻ എന്റെ സാഹചര്യം തലമണ്ട അടിച്ചു പൊട്ടിക്കും. തലമണ്ട നിങ്ങൾ അടിച്ചു പൊട്ടിക്കോ? പൊട്ടിക്കും. പിന്നെ നിങ്ങൾ എവിടെ പോയി ജീവിക്കും? എവിടെ അവിടെ ജയിലിൽ കിടക്കൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിലിൽ കിടക്കാനേ നിന്റെ അടുത്ത് വർത്താനം പറയാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താ പറഞ്ഞാലേ ഞാൻ ഇപ്പൊ തന്നെ ജയിലിൽ അല്ല, നിങ്ങൾ എങ്ങോട്ട് പോവാ? എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അവിടെ നിൽക്കവിടെ. ഈ ചുമ്മാ നീ കളിക്കല്ലേ? പറഞ്ഞത് ക്ഷമിക്കേ ക്ഷമിക്കേ പിന്നെ